शांति शांति ओम शांति शांति अंतर मन में ज्योति जगा लो होगा दूर अंधेरा शिव का कर लो ध्यान आ रहा पावन पुण्य सवेरा तुम हो कौन कहाँ से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर तुम पालो अपना बसेरा तुम हो आत्मा तन से प्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति ओम शांति ഓം ശാന്തി. ഇന്ന് 2/7/2025. बाबा कहते हैं, मीठे बच्चे, तुम डबल अहिंसक रूहानी सेना हो. तुम्हें श्रीमत पर अपनी दैविक राजधानी സ്ഥാപൻ करनी है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ ഡബിൾ അഹിംസക ആത്മീയ സേനകളാണ്. നിങ്ങൾ കുട്ടികൾക്ക് ശ്രീമതമനുസരിച്ച് തന്റെ ദൈവിക രാജധാനി സ്ഥാപിക്കണം. ഇനി ബാബ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, തും റുഹാനി സേവാദാരി ബച്ചേ സബി കോ കിസ് ബാത് കി ചേതാവനി ദേത്തെ ഹോ. അതായത് ബാബ ചോദിക്കാണ്, നിങ്ങൾ ആത്മീയ സേവാദാരി കുട്ടികൾ എല്ലാവർക്കും ഏതു കാര്യത്തിലാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്? ഉത്തർ, തും സബി കോ ചേതാവനി ദേത്തെ ഹോ കി യഹ് വഹി മഹാഭാരത് ലഡായി കാ സമയ ഹെ. अब यह पुरानी दुनिया विनाश होनी है. बाप नई दुनिया की സ്ഥാപന करा रहे हैं. ബാബ പറയാണ്,
നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് അതേ മഹാഭാരത യുദ്ധത്തിന്റെ സമയമാണ്. ഇപ്പോൾ ഈ പഴയ ലോകം എന്തായാലും നശിക്കണം. ബാബ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. വിനാശ് കെ ബാദ് ഫിർ ജയ് ജയ്കാർ ഹോഗി. വിനാശത്തിനു ശേഷം പിന്നീട് ജയ ജയാരവമുണ്ടാകും. തുമേം आपस में मिलकर राय करनी चाहिए कि विनाश के पहले सबको बाप का परिचय कैसे मिले. ബാബ പറയാണ്, നിങ്ങൾ പരസ്പരം കൂടിയിരുന്ന് നിർദ്ദേശമെടുക്കണം. അതായത് വിനാശത്തിന് മുൻപ് എല്ലാവർക്കും ബാബയുടെ പരിചയം എങ്ങനെ കൊടുക്കും. ആ ഒരു കാര്യം നിങ്ങൾ പരസ്പരം ഇരുന്ന് ഒത്തുചേർന്ന് ആലോചിച്ച് അതിന്റെ തീരുമാനമെടുക്കണമെന്ന് ബാബ പറയാം. ഗീത് തൂനെ രാത് ഗവായി സോക്കെ. അതായത് ബാബ ഗീതം പറയാണ്, നിങ്ങൾ രാത്രിയെല്ലാം ഉറങ്ങി നഷ്ടപ്പെടുത്തി. ഓം ശാന്തി. ബാപ്പ് സംജാ രഹേ ഹേ ഊഞ്ചേത്തെ ഊഞ്ച് ഹേ ഭഗവാൻ. ഫിർ ഉൻകെ ഊഞ്ചത്തെ ഊഞ്ച് കമാൻഡർ ഇൻ ചീഫ് ആദി ബി കഹോ ക്യോംകി തും സേന ഹോന. ബാബ പറയാണ്, ബാബ ഇരുന്ന് മനസ്സിലാക്കി തരാണ്. അതായത് ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. അതുകൂടാതെ ഉയർന്നതിലും ഉയർന്ന കമാൻഡർ ഇൻ ചീഫ് എന്നും ബാബയെ പറയാം. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ സേനകളല്ലേ അല്ലെ? അപ്പൊ നമ്മളുടെ സേനയുടെ അധിപനാണല്ലോ ബാബ. അപ്പോ കമാൻഡർ ഇൻ ചീഫ് എന്ന് ബാബയെ പറയാം. കാരണം നമ്മൾ ആത്മീയ സേനകളാണ്. തുമാര സുപ്രീം കമാൻഡർ കോൻ ഹേ. നിങ്ങളുടെ സുപ്രീം കമാൻഡർ ആരാണ്? യഹ് ബി ജാൻതേ ഹോ ദോ സേനായേ ഹേ വഹ് ഹേ ജിസ്മാനി തൂ ഹോ രുഹാനി. ബാബ പറയുന്നത് ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം. 2 സേനകളുണ്ട്. ഒന്ന് ഭൗതിക സേന, നമ്മൾ കുട്ടികളുടേത് ഏതാണ്? ആത്മീയ സേന. വഹ് ഹദ് കെ തും ബേഹദ് കെ. അത് പരിധിയുള്ളതാണ്. ഭൗതിക സേന പരിധിയുള്ളതാണ്. നിങ്ങൾ കുട്ടികളുടേത് പരിധിയില്ലാത്തതാണെന്ന് ബാബ പറയാം. തുമാരെ മേം കമാൻഡർ ബി ഹേ, ജനറൽ ബി ഹേ, ലെഫ്റ്റനന്റ് ബി ഹേ. ബാബ പറയാണ്, നിങ്ങളിൽ കമാൻഡറുണ്ട്, ജനറലുണ്ട്, ലെഫ്റ്റനന്റുമുണ്ട്. ബच्चे जानते हैं हम ശ്രീമത് पर രാജധാനി സ്ഥാപൻ കർ രഹേ ഹേ. അതായത് കുട്ടികൾക്കറിയാം നമ്മൾ ശ്രീമതമനുസരിച്ച് രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡായി ആദി കി തോ കോയി ബാത്ത് നഹി. ഇവിടെ യുദ്ധം മുതലായവയെ ഒന്നിന്റെയും ഒരു ആവശ്യവുമില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് ബാബ പറയാം. ഹം സാരേ വിശ്വ പർ ഫിർ സെ അപ്പന ദൈവീക രാജ് സ്ഥാപൻ കർ രഹേ ഹേ ശ്രീമത് പർ. ബാബ പറയാണ്, നമ്മൾ ഈ മുഴുവൻ വിശ്വത്തിലും വീണ്ടും നമ്മുടെ ദൈവീക രാജധാനി സ്ഥാപിക്കുകയാണ് ശ്രീമതമനുസരിച്ച്. കൽപ്പ് കൽപ്പ് ഹമാര യഹ് പാർട്ട് ബജത്താ ഹേ. അതായത് കൽപ്പകൽപ്പം നമ്മൾക്ക് ഈ പാർട്ടുള്ളതാണ്. യഹ് സബ് ഹേ ബേഹദ് കി ബാത്തേ. ബാബ പറയുന്നത് ഇതെല്ലാം പരിധിയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് ബാബ മനസ്സിലാക്കി തരാം. ഉൻ ലഡായോ മേം യഹ് ബാത്തേ നഹി ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് ഹേ. ബാബ പറയുന്നത് സാധാരണ ഈ ഭൗതിക യുദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും ഈ ഒരു കാര്യങ്ങളൊന്നുമില്ല എന്ന് ബാബ പറയാം. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. ഉൻകോ ജാദൂഗർ, രത്നാഗർ, ജ്ഞാൻ കാ സാഗർ ബി കഹത്തെ ഹേ. ബാബയെ എന്തെല്ലാം പറയും? ബാബയുടെ വേറെ പേരുകളൊക്കെ എന്താണ്? ബാബയെ മാന്ത്രികൻ, ഇന്ദ്രജാലക്കാരൻ എന്ന് പറയും, രത്നാകരൻ എന്ന് പറയും, അതുപോലെ ജ്ഞാനസാഗരൻ. ഇതെല്ലാം ബാബയുടെ മഹിമകളാണ്. ബാപ്പ് കി മഹിമ അബർ അബാർ ഹേ, അപരം അബാർ ഹേ. ബാബ പറയാണ്, ബാബയുടെ മഹിമ അപരം അപാരമാണ്. തുമേം ബുദ്ധി സെ സിർഫ് ബാപ്പു കോ യാദ് കർണാ ഹേ, മായ യാദ് ബുലാ ദേത്തി ഹേ. ബാബ പറയണ, നിങ്ങൾ കുട്ടികൾക്ക് കേവലം ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കണം, പക്ഷെ മായ നിങ്ങളുടെ ഓർമ്മയെ മറപ്പിക്കുന്ന ബാബ പറയാം. തുംഹോ ഡബിൾ അഹിംസക് രൂഹാനി സേന. നിങ്ങൾ ഡബിൾ അഹിംസക ആത്മീയ സേനകളാണ്.
तुमको यही ख्याल है कि हम अपना राज्य कैसे സ്ഥാപൻ करे. ബാബ പറയണ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയുണ്ട്, അതായത് ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ഈ രാജ്യം സ്ഥാപിക്കും. ആ ഒരു ചിന്ത നിങ്ങൾ കുട്ടികളിലുണ്ടെന്ന് ബാബ പറയാം. ഡ്രാമ സരൂർ കരായേക, അതായത് ഡ്രാമ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കുക തന്നെ ചെയ്യുന്ന ബാബ പറയാം. പുരുഷാർത്ഥത്തോ കർണ ഹോത്താ ഹേന, പുരുഷാർത്ഥം തീർച്ചയായിട്ടും ചെയ്യണല്ലോ. ജോ അച്ഛേ അച്ഛേ ബച്ചേ ഹേ ആപസ് മേം റായ് കർണി ചാഹിയേ, മായാസേ യുദ്ധത്തോ അന്ത് തക് തുമാരി ചൽത്തി രഹേഗി. ബാബ പറയാണ്, ആരാണോ നല്ല നല്ല കുട്ടികളുള്ളത് അവർ പരസ്പരം ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ച് നിർദ്ദേശങ്ങളെല്ലാം എടുക്കണം. ഇനി മായയാണെങ്കിലോ അന്തിമം വരെ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ബാബ പറയാം. യഹ് ബി ജാൻതേ ഹോ മഹാഭാരത ലഡായി ഹോനി ഹേ ജരൂർ. ബാബ പറയുന്നത് ഇതും നിങ്ങൾക്കറിയാം, മഹാഭാരത യുദ്ധം തീർച്ചയായിട്ടും നടക്കണം. നഹി തോ പുരാനി ദുനിയാ കാ വിനാശ് കൈസേ ഹോ. ബാബ പറയുന്നത് ഇല്ലെങ്കിൽ ഈ പഴയ ലോകത്തിന്റെ വിനാശം എങ്ങനെ നടക്കും. ബാബ ഹംകോ ശ്രീമദ് ദേ രഹേ ഹേ. ബാബ നമ്മൾ കുട്ടികൾക്ക് ശ്രീമതം നൽകുകയാണ്. ഹം ബച്ചോം കോ ഫിർസെ അപ്നാ രാജ്യഭാഗ്യ സ്ഥാപൻ കർണ ഹേ. നമ്മൾ കുട്ടികൾക്ക് വീണ്ടും നമ്മുടെ ആ രാജ്യഭാഗ്യം സ്ഥാപന ചെയ്യണം. ഇസ് പുരാനി ദുനിയാ കാ വിനാശ് ഹോ ഫിർ ഭാരത് മേ ജയ് ജയകാർ ഹോ ജാനാ ഹേ ജിസ്കേ ലിയേ തും നിമിത്തോ ബനേ ഹോ. ബാബ പറയുന്നത് ഈ പഴയ ലോകത്തിന്റെ വിനാശത്തിനു ശേഷം പിന്നീട് ഭാരതത്തിൽ ജയജയാരവമുണ്ടാകും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിമിത്തമായിരിക്കുകയാണ്, അല്ലെ? പുതിയ ലോകത്തിന്റെ സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ നിമിത്തമായിരിക്കുകയാണെന്ന് ബാബ പറയാം. തോ ആപസ് മേ മിൽന ചാഹിയെ, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ഒത്തുചേരണം. കൈസേ കൈസേ ഹം സർവീസ് കരേ, അതായത് ഒത്തുചേർന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണം. അതായത് എങ്ങനെയൊക്കെ നമുക്ക് സേവനം ചെയ്യാം. സബി കോ ബാപ്പ് കാ പൈഗാം സുനായേ കി അബ് ഇസ് പുരാനി ദുനിയാ കാ വിനാശ് ഹോനാ ഹേ. അതായത് എല്ലാവർക്കും ബാബയുടെ ഈ സന്ദേശം കേൾപ്പിക്കണം. അതായത് ഇപ്പോൾ ഈ പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും കേൾപ്പിക്കണം. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ പരസ്പരം ഒത്തുചേർന്നിരുന്ന് ഇതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ എടുക്കൂ. എങ്ങനെ സേവനം ചെയ്യാം, എങ്ങനെ ഈ ബാബയുടെ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇരുന്ന് കൂടിച്ചേർന്ന് ആലോചിക്കണമെന്ന് ബാബ പറയാം. ബാപ്പ് നയി ദുനിയാ കാ സ്ഥാപന കർ രഹേ ഹേ. ബാബ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ലൗകിക് ബാപ്പ് ബി നയാ മക്കാൻ ബനാത്തേ ഹേ തോ ബച്ചേ ഖുശ് ഹോത്തേ ഹേ. ബാബ പറയാണ്, ഇപ്പൊ ലൗകിക അച്ഛനും പുതിയ വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. വഹ് ഹേ ഹദ് കി ബാത്ത് യഹ് ഹേ സാരേ വിശ്വ കി ബാത്ത്. ബാബ പറയുന്നത് അത് പരിധിയുള്ള കാര്യമാണ്, പക്ഷെ ഇതാണെങ്കിലോ മുഴുവൻ വിശ്വത്തിന്റെയും കാര്യമാണ് എന്ന് ബാബ പറയാം. നയി ദുനിയാക്കോ സത്യയുഗ് പുരാനി ദുനിയാക്കോ കലിയുഗ് കഹാ ജാതാ ഹേ. അതായത് പുതിയ ലോകത്തെ എന്താ പറയാ, സത്യയുഗം. പഴയ ലോകത്തെ കലിയുഗം എന്നാണ് പറയുക. അബ് പുരാനി ദുനിയാ ഹേ तो यह मालूम होना चाहिए बाप कब और कैसे आकर नई दुनिया സ്ഥാപൻ करते हैं. ബാബ പറയുന്നത് ഇപ്പോൾ പഴയ ലോകമാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതറിഞ്ഞിരിക്കണം. അതായത് ബാബ എപ്പോൾ എങ്ങനെ വന്നിട്ട് ഈ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. തുമാരേ മേം നമ്പർവാർ പുരുഷാർത്ഥ അനുസാർ ജാൻതേ ഹോ. അതായത് നിങ്ങൾ കുട്ടികളിലും നമ്പർവാർ പുരുഷാർത്ഥ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം അറിയുന്നതെന്ന് ബാബ പറയാം. ബഡേ തേ ബഡാ ഹേ ബാപ്പ് ബാക്കി ഫിർ നമ്പർവാർ മഹാരഥി ഗോഡെ സവാർ പൈദേ ഹേ. ബാബ പറയുന്നത് ഉയർന്നതിലും വലുത് ബാബയാണ്. പിന്നീട് അതിനുശേഷം നമ്പർവാർ അനുസരിച്ച് മഹാരഥികളും കാലാൾപ്പടയും അതുപോലെ കുതിര സവാരിക്കാരും അങ്ങനെ ഓർഡർ അനുസരിച്ച് നമ്പർ വൈസ് ആയിട്ട് ഉണ്ടാകുന്ന ബാബ പറയാം. കമാൻഡർ ക്യാപ്റ്റൻ യഹ് തോ സിർഫ് മിസാൽ ദേ സമജായ ജാതാ ഹെ. ബാബ ഈ കമാൻഡർ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ്
ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണെന്ന് പറയാ ബാബ. तो बच्चों को आपस में मिल राय निकलनी चाहिए कि सबको बाप का परिचय कैसे दे. यह है रूहानी സേവ. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ പരസ്പരം ഒത്തുചേർന്ന് നിർദ്ദേശമെടുക്കണം. അതായത് എല്ലാവർക്കും എങ്ങനെ ബാബയുടെ പരിചയം കൊടുക്കും. ഇത് തന്നെയാണ് ആത്മീയ സേവനം അല്ലെ. ബാബ ഇന്ന് കുറെ പ്രാവശ്യമായി പറയുന്നത്, നിങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് നിങ്ങൾ നിർദ്ദേശം എടുക്കണം. അതായത് ബാബയുടെ സന്ദേശം, ബാബയുടെ പരിചയം എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് തീരുമാനം എടുക്കണമെന്ന് ബാബ പറയാ. हम अपने भाई बहनों को चेतावनी कैसे दे कि बाप नई दुनिया स्थापन करने के लिए आए हैं. അതായത് നമ്മൾ തന്റെ സഹോദരി സഹോദരന്മാർക്ക് എങ്ങനെയാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുക. അതായത് ബാബ പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു മുന്നറിയിപ്പ് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നമ്മൾ എങ്ങനെ കൊടുക്കും, ഇതിനെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ബാബ പറയാം. പുരാനി ദുനിയാക്ക വിനാശ് ബി സാമ്നെ കടാ ഹേ. ബാബ പറയാണ്, പഴയ ലോകത്തിന്റെ വിനാശം മുന്നിലുണ്ട്. യഹ് വഹി മഹാഭാരത ലഡായി ഹേ. ബാബ പറയുന്നത് ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. മനുഷ്യത്തോ യഹ് ബി സംജത്തെ നഹി ഹേ കി മഹാഭാരത ലഡായി കെ ബാദ് ഫിർ ക്യാ. ബാബ പറയുന്നത് മനുഷ്യര് ഇതും മനസ്സിലാക്കുന്നില്ല. അതായത് മഹാഭാരത യുദ്ധത്തിനു ശേഷം പിന്നീട് എന്താണ് ഉണ്ടായത് അതും മനുഷ്യർക്ക് അറിയില്ല എന്ന് ബാബ പറയാം. തും അഭി ഫീൽ കർത്തേ ഹോ കി അഭി ഹം സംഗം പർ പുരുഷോത്തം ബൻ രഹേ ഹേ. അതായത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, അനുഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ സംഗമത്തിൽ പുരുഷോത്തമന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അനുഭവം നിങ്ങൾ കുട്ടികൾക്കുണ്ട് അല്ലെ. നമ്മളുടെ ചേഞ്ച്, നമ്മളുടെ പരിവർത്തനം നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ബാബ പറയുന്നത്. അബ് ബാപ്പ് ആയേ ഹേ പുരുഷോത്തം ബനാനെ. ഇസ്മേം ലഡായി ആദി കി കോയി ബാത്ത് ഹി നഹി ഹേ. ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? പുരുഷോത്തമന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതില് യുദ്ധത്തിന്റെയോ മറ്റുള്ള അങ്ങനെ ഒരു കാര്യം തന്നെയില്ല എന്ന് ബാബ പറയാം. बाप समझाते हैं बच्चे पदीद दुनिया में एक भी पावन नहीं हो सकता और पावन दुनिया में फिर एक भी पदीद नहीं हो सकता. ബാബ മനസ്സിലാക്കി തരാണ് കുട്ടികളെ, ഈ പതീത ലോകത്തില് ഒരാള് പോലും പാവനമായിട്ടിരിക്കുക അത് സാധ്യമല്ല. അതുപോലെ പാവന ലോകത്തിലോ ആരെങ്കിലും പതീതമായിട്ടിരിക്കുക അതും സാധ്യമല്ല അല്ലെ. പതീത ലോകത്തില് എല്ലാവരും പതീതായിരിക്കും, പാവന ലോകത്തിലോ എല്ലാവരും പാവനവുമായിരിക്കും. ഇത്തിനി ചോട്ടി ബാത്ത് ബി കോയി സമജ്തേ നഹി ഹേ. ബാബ പറയുന്നത് ഇത്ര ചെറിയ കാര്യം പോലും ആരും മനസ്സിലാക്കുന്നില്ല. തും ബച്ചോം കോ സബ് ചിത്രോം ആദി കാ സാർ സംജായ ജാതാ ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ ചിത്രത്തിന്റെയും സാരമെല്ലാം മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ഭക്തി മാർഗ് മേ മനുഷ്യ ജബ് തബ് ദാൻ പുണ്യ ആദി ജോ ഭി കർത്തേ ഹേ ഉസ്സേ അല്പകാൽ കേ ലിയേ കാഗവിഷ്ട് സമാൻ സുഖ കി പ്രാപ്തി ഹോത്തി ഹേ. ബാബ പറയാണ്, ഭക്തി മാർഗത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യര് ജപം തപം അതുപോലെ ദാനം പുണ്യം ഇങ്ങനെയെല്ലാം ചെയ്തു വന്നു. ബാബ പറയുന്നത് അതിലൂടെ അല്പകാലത്തേക്കുള്ള സുഖം, അതായത് കാകവിഷ്ട സമാനമായിട്ടുള്ള സുഖമാണ് അതിൽ പ്രാപ്തമാകുന്നത്. പരന്തു ജബ് കോയി യഹാം ആകർ സമझे തബ് യഹ് ബാത്തേ ബുദ്ധി മേ ബൈഠേ. ബാബ പറയണ, പക്ഷേ ആര് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം അവരുടെ ബുദ്ധിയിലിരിക്കാന്ന് ബാബ പറയാം. യഹ് ഹേ ഹി ഭക്തി കാ രാജ്യ ജ്ഞാൻ ഗ്രീഞ്ചക് ബി നഹി. ബാബ പറയാണ്, ഇത് ഭക്തിയുടെ രാജ്യമാണ്, ഇതില് അല്പം പോലും ജ്ഞാനമേ ഇല്ല എന്ന് ബാബ പറയാം. ജൈസെ പതീത് ദുനിയാമേം പാവൻ ഏക് ബി നഹി വൈസെ ജ്ഞാൻ ബി ഏക് കെ സിവായി ഓർ കോയി മേ നഹി. അതായത് ബാബ പറയുന്നത്
എങ്ങനെയാണോ പതീത ലോകത്തില് പാവനമായിട്ടുള്ള ഒരാള് പോലുമില്ല, അതുപോലെ ജ്ഞാനത്തിന്റെ കാര്യത്തില് ഒരേ ഒരു ആളിലല്ലാതെ ഈ ഒരു ജ്ഞാനം വേറെ ആരിലുമില്ല എന്ന് ബാബ പറയാം അല്ലെ. ഈ മുഴുവൻ ജ്ഞാനവും ബാബയിൽ മാത്രമാണുള്ളത്. വേറെ ഒരു മനുഷ്യരിലും ഈ ജ്ഞാനം ഉണ്ടായിരിക്കുക സാധ്യല്ല. വേദശാസ്ത്ര ആദി സബ് ഭക്തി മാർഗ കെ ഹേ. ബാബ പറയുന്നത് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ഭക്തി മാർഗത്തിലേതാണ്. സീഡി ഉദർണി ഹി ഹെ. ബാബ പറയുന്നത് നിങ്ങൾക്ക് പടി ഇറങ്ങുക തന്നെ വേണം. അതായത് ആത്മാവിന്റെ കല തീർച്ചയായിട്ടും കുറയുക തന്നെ ചെയ്യും ഓരോ ജന്മം എടുക്കും തോറും. അബി തും ബ്രാഹ്മൺ ബനേ ഹോ ഇസ്മേം നമ്പർവാർ സേന ഹെ. അതായത് ഇപ്പൊ നിങ്ങള് ബ്രാഹ്മണരായിട്ട് മാറിയിരിക്കുന്നു, ഇതിലും നമ്പർവാർ ആണ് സേന എന്ന് ബാബ പറയാം. മുഖ്യ മുഖ്യ ജോ കമാൻഡർ ക്യാപ്റ്റൻ जनरल आदि है उनों को आपस में मिल राय करनी चाहिए हम बाबा का संदेश कैसे देवे. അതായത് മുഖ്യമായിട്ടുള്ളവരാരൊക്കെയാണ്? കമാൻഡർ, ക്യാപ്റ്റൻ, ജനറൽ, ഇതൊക്കെ മുഖ്യ ആയ ആളുകളാണ്. അതായത് ബാബ പറയല്ലോ ആരാണോ യജ്ഞത്തിന്റെ തലപ്പത്തിരിക്കുന്നവര്, അപ്പൊ അവരൊക്കെ മുഖ്യമായിട്ടുള്ള ആൾക്കാരാണ്. അത് ബാബ കമാൻഡർ, ക്യാപ്റ്റൻ, ജനറൽ എന്നൊക്കെ പറയുന്നത്. ബാബ പറയുന്നത് ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കണം. അതായത് നമ്മൾ ബാബയുടെ ഈ സന്ദേശം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക. ബച്ചോം കോ സമജായ ഹേ മെസഞ്ചർ പൈഗംബർ അഥവാ ഗുരു ഏക് ഹി ഹോത്താ ഹേ. കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കി തന്നു. അതായത് സന്ദേശവാഹകൻ, വഴികാട്ടി, ഗുരു ഇതെല്ലാം ഒന്നു തന്നെയാണ്. ബാക്കി സബ് ഹെ ഭക്തി മാർഗ. ബാക്കിയെല്ലാം ഭക്തി മാർഗത്തിലേതാണെന്ന് ബാബ പറയാം. സംഗം യുഗി സിർഫ് തും ഹോ. ബാബ പറയുന്നത് സംഗമയുഗികള് നിങ്ങൾ മാത്രമാണ്. യഹ് ലക്ഷ്മി നാരായൺ എയിം ഒബ്ജക്റ്റ് ബിൽക്കുൽ അക്യുറേറ്റ് ഹെ. ബാബ പറയുന്നത് നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്മി നാരായൺ അല്ലേ, അത് തീർത്തും കൃത്യമാണെന്ന് ബാബ പറയാം. ഭക്തി മാർഗമേ സത്യനാരായൺ കി കഥ, തിജരി കി കഥ, അമർ കഥ ബൈട്ട് സുനാത്തെ ഹെ. ബാബ പറയുന്നത് ഭക്തി മാർഗത്തില് സത്യനാരായണന്റെ കഥയും മൂന്നാമത്തെ നേത്രത്തിന്റെ കഥയും അതുപോലെ അമരകഥയും എല്ലാം ഇരുന്ന് കേൾപ്പിക്കാറുണ്ട്. അബി ബാപ്പ് തുംകോ സച്ചി സത്യനാരായൺ കി കഥ സുനാ രഹേ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ബാബ സത്യമായിട്ടുള്ള സത്യനാരായണന്റെ കഥയാണ് കേൾപ്പിക്കുന്നത്. ഭക്തി മാർഗമേ ഹെ പാസ്റ്റ് കി ബാത്തെ ജോ ഹോക്കർ ജാത്തെ ഹെ ഉൻകാ ബാദ് മേ ഫിർ മന്ദിർ ആദി ബനാത്തെ ഹെ. ബാബ പറയാണ് ഭക്തി മാർഗത്തില് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. ആരൊക്കെയാണോ വന്നു പോയിട്ടുള്ളത് പിന്നീട് അവരുടെ ഓർമ്മ ചിഹ്നമായിട്ട് ഈ ക്ഷേത്രങ്ങളെല്ലാം നിർമ്മിക്കും. ജൈസേ ശിവബാബ അബി തുംകോ പഠാ രഹേ ഹേ ഫിർ ഭക്തി മാർഗമേ യാദഗാർ ബനായെങ്കെ. അതായത് എങ്ങനെയാണോ ശിവബാബ ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണല്ലോ, പിന്നീട് ഭക്തി മാർഗത്തിൽ ഇതിന്റെയും ഓർമ്മചിഹ്നം ഉണ്ടാക്കുന്ന ബാബ പറയാം. സത്യയുഗമേം ശിവ വ ലക്ഷ്മി നാരായൺ ആദി കോയി ക ചിത്ര നെഹി ഹോത്ത. ബാബ പറയാണ് സത്യയുഗത്തിൽ നോക്കുകയാണെങ്കിൽ ശിവബാബയുടെയോ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്റെയോ ഒന്നും ചിത്രം അവിടെ ഉണ്ടായിരിക്കില്ല. ജ്ഞാൻ ബിൽക്കുൽ അലഗ് ഹേ, ഭക്തി അലഗ് ഹേ. അതായത് ജ്ഞാനം തീർത്തും വേറിട്ടതാണ്, ഭക്തിയും വേറിട്ടതാണ്. രണ്ടും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ടെന്ന് ബാബ പറയാം. യഹ് ബി തും ജാൻതേ ഹോ ഇസ്ലിയെ ബാപ്പനെ കഹാ ഹേ ഹിയർ നോ ഈവിൾ ടോക്ക് നോ ഈവിൾ. അതായത് ഇതും നിങ്ങൾ കുട്ടികൾക്കറിയാം അല്ലെ, ഭക്തി വേറെയാണ് ജ്ഞാനം വേറെയാണെന്ന് അറിയാം. അതുകൊണ്ട് ബാബ പറയാണ് ഇതും നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ബാബ പറയാണ് നിങ്ങൾ മോശമായത് കേൾക്കരുത്, മോശമായത് സംസാരിക്കരുത്. തും ബച്ചോം കോ അഭി കിത്നി ഖുഷി ഹേ നയി ദുനിയ സ്ഥാപൻ ഹോ രഹി ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷമാണെന്ന് ബാബ പറയാ. കാരണം എന്താണ്? പുതിയ ലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷമാണെന്ന് ബാബ പറയാ.
सुखधाम की स्थापनार्थ बाबा हमको फिर से डायरेक्शन दे रहे हैं. उसमें भी നമ്പർ 1 ഡയറക്ഷൻ ദേത്തെ ഹെ പാവൻ ബനോ. അതായത് ബാബ പറയാണ് സുഖധാമം അതിന്റെ സ്ഥാപനാർത്ഥം ബാബ നമ്മൾ കുട്ടികൾക്ക് ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും നമ്പർ 1 ഡയറക്ഷൻ ഏതാണ്? പാവനമായിട്ട് മാറൂ അല്ലെ. സുഖധാമത്തിന്റെ സ്ഥാപനയ്ക്കായിട്ട് ബാബ നമുക്ക് ഓരോ ഡയറക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് നമ്പർ 1 ഡയറക്ഷൻ ഏതാ ബാബ പറയുന്നത്? പവിത്രമായിട്ട് മാറൂ. പതീത് തോ സബി ഹെന, എല്ലാവരും പതീതരാണല്ലോ. തോ ജോ അച്ഛേ ബച്ചേ ഹേ ഉനോംകോ ആപ്പസ് മേ മിൽക്കർ റായി കർണി ചാഹിയേ കി സർവീസ് കോ കൈസേ ബഡായേ, ഗരീബോം കോ കൈസേ മെസ്സേജ് ദേ, ബാപ് തോ കൽപ്പ് പഹലെ മിസാൽ ആയാ ഹേ. അതായത് ബാബ പറയുന്നത്, അതായത് ഏതൊക്കെ നല്ല നല്ല കുട്ടികളുണ്ടോ അവർ പരസ്പരം ഇരുന്ന് നിർദ്ദേശമെടുക്കണം, അല്ലെങ്കിൽ എന്താണ് അവർ പരസ്പരം ഇരുന്ന് തീരുമാനിക്കണം എങ്ങനെയാണ് ഈ സേവനം മുന്നോട്ട് കൊണ്ടുപോകുക, അതായത് എങ്ങനെ ഇതിനെ സേവനത്തെ വൃദ്ധിപ്പെടുത്തും, അതുപോലെ പാവങ്ങൾക്ക് എങ്ങനെ മെസ്സേജ് കൊടുക്കും. ബാബ കൽപ്പം മുമ്പത്തേത് പോലെ തന്നെ വന്നിരിക്കുകയാണ്. ബാബ ഇതന്നെ ഇപ്പോ ഒരു 3-4 പ്രാവശ്യമായി പറയുന്നത് അല്ലെ. നല്ല നല്ല കുട്ടികൾ പരസ്പരം ഇരുന്ന് ഒത്തുകൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. എങ്ങനെ ബാബയുടെ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കും അല്ലെ, എങ്ങനെ ബാബ വന്നിരിക്കുന്നു പുതിയ ലോകം സ്ഥാപിക്കാൻ, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും, എങ്ങനെ സേവനത്തെ വർദ്ധിപ്പിക്കും, ഈ കാര്യങ്ങളെ കുറിച്ച് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യണമെന്ന് ബാബ പറയാം. നല്ല നല്ല കുട്ടികൾ ചേർന്നിരുന്നിട്ട്. അത് ബാബ ഇപ്പോ 3-4 പ്രാവശ്യമായി പറയുന്നത്. कहते हैं अपने को आत्मा समझ मुझ बाप को याद करो. ആ ബാബ പറയാണ് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. രാജധാനി സരൂർ സ്ഥാപൻ ഹോനി ഹേ, രാജധാനി തീർച്ചയായിട്ടും സ്ഥാപിക്കപ്പെടണം. സമഞ്ചേങ്കെ സരൂർ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ബാബ പറയാം. जो देवी देवता धर्म के नहीं है वह नहीं समझेंगे. ബാബ പറയാണ് ആരാണോ ദേവി ദേവതാ ധർമ്മത്തിലല്ലാത്തത് അവർ ഇതൊന്നും മനസ്സിലാക്കുകയില്ല എന്ന് പറയാ ബാബ. വിനാശ് കാലേ ഈശ്വർ സെ വിപരീത ബുദ്ധി ഹേന, അതായത് പറയുമല്ലോ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാറുണ്ടല്ലോ. അതാ ബാബ പറയുന്നത് വിനാശകാലത്ത് ഈശ്വരനിൽ നിന്നും വിപരീത ബുദ്ധിയാണല്ലോ ഉണ്ടാവുക. तुम बच्चे जानते हो हमारा धनी है इसलिए तुम्हें ना बिगार में जाना है ना लड़ना झगड़ना है. അതായത് നിങ്ങൾ കുട്ടികൾക്കറിയാം ഇത് തന്നെയാണ് ഞങ്ങളുടെ നാഥൻ അല്ലെ. ശിവബാബ ഞങ്ങളുടെ നാഥനാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും വികാരത്തിലേക്ക് പോകാനും പാടില്ല, പരസ്പരം വഴക്കടിക്കാനും പാടില്ല. ഇത് കുട്ടികൾക്ക് നന്നായിട്ടറിയാം. തുമാരാ ബ്രാഹ്മൺ ധർമ്മ ബഹുത് ഊഞ്ച് ഹേ. ബാബ പറയാണ് നിങ്ങളുടെ ഈ ബ്രാഹ്മണ ധർമ്മം വളരെ ഉയർന്നതാണ് അല്ലെ. ബാബ പറയില്ലേ കൽപ്പം മുഴുവൻ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ജന്മവും ഏതാണ്? ബ്രാഹ്മണ ജന്മാണ്. അതുകൊണ്ട് ബാബ പറയാ നിങ്ങളുടെ ബ്രാഹ്മണ ധർമ്മം വളരെ ഉയർന്നതാണ്. വഹ ശൂദ്രധർമ്മക്കെ തും ബ്രാഹ്മൺ ധർമ്മക്കെ, അവരാണെങ്കിലോ ശൂദ്രധർമ്മത്തിലേതാണ്, നിങ്ങൾ ബ്രാഹ്മണ ധർമ്മത്തിലേതാണ്. തും ചോട്ടി വഹ് പേർ, അതായത് ബാബ പറയുന്നത് നിങ്ങൾ കുടുമയാണ്, അവർ കാലുകളാണെന്ന് പറയാ ബാബ. ചോട്ടി കെ ഊപ്പർ ഹേ ഊഞ്ച് തേ ഊഞ്ച് ഭഗവാൻ നിരാകാർ. ബാബ പറയാണ് ഈ കുടുമയ്ക്ക് മുകളില് വിരാട രൂപത്തിന്റെ കാര്യമാണ് ബാബ പറയുന്നത്. അതില് ബ്രാഹ്മണരെ കാണിക്കുന്നത് ഏറ്റവും മുകളിലാണ് കുടുമ. അപ്പോ ശൂദ്രരാണെങ്കിലോ താഴെ കാലുകളെയാണ് കാണിക്കുന്നത്. അപ്പൊ ബാബ പറയാണ് ഈ കുടുമയ്ക്ക് മുകളിലായിട്ടാണ് ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ, നിരാകാരനായ ഭഗവാൻ. ഇൻ ആംഗോം സെ നാ ദേഖ്നെ കെ കാരൺ വിരാട് രൂപമേം ചോട്ടി ഓർ ശിവബാബാക്കോ ദിക്കാത്തെ നഹി ഹെ. ബാബ പറയാണ് ഈ കണ്ണുകൾ കൊണ്ട് കാണാത്തതു കാരണം വിരാട രൂപത്തില് ബ്രാഹ്മണനെയും അതുപോലെ ശിവബാബയെയും കാണിക്കുന്നില്ല. ബ്രാഹ്മണരും ഗുപ്തമാണല്ലോ.
അതുപോലെ ശിവബാബയും ഗുപ്തമാണ്. അപ്പൊ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് വിരാട രൂപത്തില് ഈ രണ്ടുപേരെ കാണിക്കുന്നില്ല എന്ന് ബാബ പറയാം. സിർഫ് കഹത്തെ ഹേ ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അതായത് കേവലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ദേവത, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്നുള്ള ആ ഒരു 4 കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്ന് ബാബ പറയാം. जो देवता बनते हैं वही फिर से पुनर्जन्म ले ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ബൻതേ ഹെ. അതായത് ബാബ പറയാണ്, ആരാണോ ദേവതയായിട്ട് മാറുന്നത് അവർ തന്നെ വീണ്ടും പുനർജന്മം എടുത്തിട്ട് ക്ഷത്രിയരാവും, പിന്നെ വൈശ്യനാകും, ശൂദ്രനാകും, അങ്ങനെ പോകും. അതാ ബാബ പറയുന്നത്. വിരാട് രൂപക്കാബി അർത്ഥ കോയി നഹി ജാൻതേ. ബാബ പറയുന്നത് വിരാട രൂപത്തിന്റെയും അർത്ഥം ആരും അറിയുന്നില്ല. അബി തും സമജ്തേ ഹോ തോ കറക്റ്റ് ചിത്ര ബനാന ഹെ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, കറക്റ്റ് ആയിട്ടുള്ള ചിത്രം ഉണ്ടാക്കേണ്ടതുണ്ട്. ശിവബാബ ബി ദിക്കായാ ഹെ ഓർ ബ്രാഹ്മൺ ബി ദിക്കായാ ഹെ. തുമക്കോ അബ് സബ്കോ യഹ് മെസ്സേജ് ദേനാ ഹെ കി അപ്പനെ കോ ആത്മാ സമജ് ബാപ്പ് കോ യാദ് കരോ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി, കറക്റ്റ് ആയിട്ടുള്ള വിരാട രൂപത്തിന്റെ ചിത്രം ഉണ്ടാക്കേണ്ടതുണ്ട്. അതില് ശിവബാബയെയും കാണിക്കണം, ബ്രാഹ്മണരെയും കാണിക്കണം. പിന്നെ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് കൊടുക്കേണ്ടതുണ്ട്. അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കാൻ പറയാണ് ബാബ. തുമാരാ കാം ഹേ മെസ്സേജ് ദേന. ബാബ പറയാണ്, നിങ്ങളുടെ ജോലി എന്താണ്? ഈ സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ജൈസേ ബാപ്പ് കി മഹിമ അപരം അപാർ ഹേ വൈസേ ഭാരത് കി ബി ബഹുത്ത് മഹിമ ഹേ. ബാബ പറയുന്നത്, എങ്ങനെയാണോ ബാബയുടെ മഹിമ അപരമപാരം അല്ലെ, ഭഗവാന്റെ മഹിമ അപരമപാരമാണ്, അതുപോലെ ബാബ പറയാണ് ഭാരതത്തിന്റെ മഹിമയും വളരെ വലുതാണ്. യഹ് ബി 7 റോസ് കോഴ്സ് സുനേ തബ് ബുദ്ധിമേ ബൈട്ടെ. അപ്പൊ ബാബ പറയാണ്, ഇതും 7 ദിവസത്തെ കോഴ്സ് എപ്പോഴാണ് കേൾക്കുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിലിരിക്കുക എന്ന് ബാബ പറയാ. കഴുത്തേഹേ ഫുർസത്ത് നഹി. അപ്പൊ എന്താ കുട്ടികൾ പറയാ? ബാബ സമയമില്ല എന്ന് പറയും. അരേ ആദാ കൽപ്പ് പുക്കാർത്തെ ആയേ ഹോ അബ് വഹ് പ്രാക്ടിക്കൽ മേം ആയാ ഹുവാ ഹേ. ബാബ പറയാണ്, നിങ്ങൾ അരക്കൽപ്പമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാ, ഇപ്പോ ഞാനിതാ പ്രാക്ടിക്കലിൽ വന്നിരിക്കുകയാണ് അല്ലെ, നിങ്ങൾക്ക് സന്മുഖത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ അരക്കൽപ്പമായിട്ട് എന്നെ വിളിക്കുകയാണ്, ഇപ്പൊ ഞാൻ പ്രാക്ടിക്കലിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് കുട്ടികൾ എന്താ പറയണത്? സമയമില്ല എന്ന് പറയും. ബാപ്പുക്കോ ആനാഹി ഹേ അന്തമേ. ബാബയ്ക്ക് തീർച്ചയായിട്ടും എപ്പോഴാണ് വരേണ്ടത്? അവസാന നിമിഷത്തിലാണ്, അവസാന സമയത്താണല്ലോ, കൽപ്പത്തിന്റെ അവസാന സമയത്താണ് ബാബ വരുന്നത്. യഹ് ബി തും ബ്രാഹ്മൺ ജാൻതേ ഹോ നമ്പർ വാർ പുരുഷാർത്ഥനുസാർ. ബാബ പറയുന്നത്, ഇതും നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്പർ വൈസ് പുരുഷാർത്ഥത്തിനനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കില്ല എന്ന് ബാബ പറയാം. പഠായി ശുരൂക്കി ഓർ നിശ്ചയ ഹുവ. അതായത് പഠിപ്പ് തുടങ്ങിയതും നിശ്ചയം വന്നു. മാശുക് ആയാ ഹുവാ ഹേ ജിസ്കോ ഹം പുക്കാർത്തേ ദേ സരൂർ കോയി ശരീർ മേം ആയാ ഹോഗ. അതായത് പ്രിയതമൻ വന്നിരിക്കുകയാണ്. ആരെയാണോ നമ്മള് അരക്കൽപ്പമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് ആ പ്രിയതമൻ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ശരീരത്തിൽ തന്നെയായിരിക്കും വന്നിരിക്കുക. ഉൻകോ അപ്പന ശരീർ തോ ഹേ നഹി. ബാബയ്ക്കാണെങ്കിലോ തന്റെ ശരീരം ഇല്ല, സ്വന്തമായി ബാബയ്ക്ക് ശരീരം ഇല്ലല്ലോ. ബാപ്പ് കഹത്തെ ഹേ मैं इनमें प्रवेश कर तुम बच्चों को सृष्टि चक्र की രചയിത ഓർ രചന की നോളജ് देता हूं. അപ്പൊ ബാബ നമ്മൾ കുട്ടികളോട് പറയാണ്, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾ കുട്ടികൾക്ക് സൃഷ്ടിചക്രത്തിന്റെ അതുപോലെ രചയിതാവിന്റെയും രചനയുടെയും എല്ലാം അറിവ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. യഹ് ഓർ കോയി നഹി ജാൻതേ. ഇത് വേറെ ആർക്കും ഇതറിയില്ല എന്ന് ബാബ പറയാം. യഹ് പഠായി ഹേ. ഇത് പഠിപ്പ് തന്നെയാണ്. ബഹുത്ത് സഹജ് കർക്കെ സമജാത്തെ ഹേ. ബാബയാണെങ്കിലോ ഈ മുഴുവൻ പഠിപ്പിനെയും വളരെ സഹജമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബാബ കഹത്തെ ഹേ ഹം തുംകോ കിത്ന ധനവാൻ
ബനാത്തോഹും ബാബ പറയാണ്, അതായത് ഞാൻ നിങ്ങൾ കുട്ടികളെ എത്രയ്ക്കധികം ധനവാനാക്കി മാറ്റിയതാണ്. കൽപ്പ് കൽപ്പ് തുമാരെ ജൈസ പവിത്ര ഓർ സുഖി കോയി നഹി. ബാബ പറയാണ്, കൽപ്പകൽപ്പം നിങ്ങളുടെ അത്ര പവിത്രവും സുഖിയുമായിരിക്കുന്നവർ വേറെ ആരും തന്നെയില്ല എന്ന് ബാബ പറയാം. അത്രയ്ക്കും നമ്മളെ ബാബ ധനവാനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ബാബ പറയാണ്, കൽപ്പകൽപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അത്രയും പവിത്രവും സുഖവുമായിട്ടിരിക്കുന്ന വേറെ ആരും തന്നെയില്ല. തും ബച്ചേ ഇസ് സമയ സബീകോ ജ്ഞാൻ ദാൻ ദേത്തെ ഹോ. നിങ്ങൾ കുട്ടികൾ ഈ സമയത്ത് എല്ലാവർക്കും ഈ ജ്ഞാനദാനം ചെയ്യുകയാണ്. ഈ ജ്ഞാനം ബാബ നമുക്ക് തന്നിട്ടുള്ള ഈ ജ്ഞാനം നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ്. ബാപ്പ് തുമേം രത്നോം കാ ദാൻ ദേത്തെ ഹേ തും ദൂസരോം കോ ദേത്തെ ഹോ. ബാബ പറയുന്നത്, ബാബ നിങ്ങൾ കുട്ടികൾക്ക് രത്നങ്ങളാണ് ദാനമായിട്ട് നൽകിയത്, അല്ലെ? ജ്ഞാനരത്നങ്ങളാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് ദാനമായി നൽകിയത്. നമ്മളത് പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും ദാനമായി നൽകും. ഭാരത് കോ സ്വർഗ് ബനാത്തേ ഹോ. നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുകയാണ്. തും അപ്പനെ ഹി തൻ മൻ ധൻ സെ ശ്രീമത് പർ ഭാരത് കോ സ്വർഗ് ബനാ രഹേ ഹോ. നിങ്ങൾ കുട്ടികൾ തന്റെ മനസ്സ്, ശരീരം, ധനം ഇതിൽ കൂടി ശ്രീമതമനുസരിച്ച് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുകയാണ്. കിത്തന ഊഞ്ചാ കാര്യഹേ. എത്ര വലിയൊരു കാര്യമാണിതെന്ന് ബാബ പറയാ. കാരണം അത്രയും മോശമായി നിൽക്കുന്ന ഈ ഭാരതം, തമോ പ്രധാന സ്റ്റേജിൽ നിൽക്കുന്ന ഈ ഭാരതത്തെയാണ് നമ്മൾ നമ്മുടെ ശരീരം, മനസ്സ്, ധനത്തിലൂടെ ബാബ തരുന്ന ശ്രീമതമനുസരിച്ച് ഈ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നത്. അപ്പൊ ബാബ പറയാ, അത് വലിയൊരു കാര്യം തന്നെയല്ലേ എന്ന് ബാബ പറയാ. തും ഗുപ്ത സേന ഹോ കിസ്കോ ഭി പതാ നഹി ഹേ. നിങ്ങൾ ഗുപ്ത സേനകളാണ്, അല്ലെ? ആർക്കും നിങ്ങളെ അറിയില്ല എന്ന് ബാബ പറയാ. തും ജാൻതേ ഹോ ഹം വിശ്വ കി ബാദശാഹി ലേ രഹേ ഹേ ശ്രീമദ് ദ്വാര ശ്രേഷ്ഠ ബൻതേ ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നേടുകയാണ്. ശ്രീമതത്തിലൂടെ നമ്മൾ ശ്രേഷ്ഠമായിട്ട് മാറുകയാണ്. അപ്പൊ ബാപ്പ് കഹത്തെ ഹേ മാമേകം യാദ് കരോ. ഇപ്പൊ ബാബ എന്താ പറയുന്നത്? എന്നെ മാത്രം ഓർമ്മിക്കൂ. ശ്രീകൃഷ്ണത്തോ കഹനാ സകേ വഹത്തോ പ്രിൻസദ. ശ്രീകൃഷ്ണൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല, അല്ലെ? എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ ഒരിക്കലും പറയാൻ കഴിയില്ല. ശ്രീകൃഷ്ണൻ രാജകുമാരനായിരുന്നല്ലോ. തും പ്രിൻസ് ബൻതേ ഹോന. നിങ്ങളും രാജകുമാരനായിട്ട് മാറുകയാണ്. സത്യത്രേതായുഗമേം പവിത്ര പ്രവൃത്തി മാർഗ് ഹേ. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും പവിത്രമായിട്ടുള്ള പ്രവൃത്തി മാർഗമായിരുന്നു. അപവിത്ര രാജായേം പവിത്ര രാജാറാണി ലക്ഷ്മി നാരായൺ കി പൂജ കർത്തേ ഹേ. ബാബ പറയുന്നത്, അപവിത്രരായ രാജാക്കന്മാര് പവിത്രമായിട്ടുള്ള രാജാറാണി, അതായത് ലക്ഷ്മി നാരായണന്റെ പൂജ ചെയ്യുന്നു. പവിത്ര പ്രവൃത്തി മാർഗവാലോം കാ രാജ്യ ചൽത്താ ഹേ ഫിർ ഹോത്താ ഹേ അപവിത്ര പ്രവൃത്തി മാർഗ്. ബാബ പറയുന്നത്, ആദ്യം സത്യത്രേതായുഗം എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആദ്യമാണല്ലോ. ആ സമയത്ത് എന്താ അവിടെ നടക്കുക? പവിത്രമായിട്ടുള്ള പ്രവൃത്തി മാർഗമായിരിക്കും. പിന്നെ പിന്നെ എന്തായിരിക്കും? അപവിത്രമായിട്ടുള്ള പ്രവൃത്തി മാർഗം. അതായത് ദ്വാപരം മുതല് അപവിത്രമായിട്ടുള്ള പ്രവൃത്തി മാർഗമായിരിക്കും ഉണ്ടാവുക എന്ന് ബാബ പറയാം. ആദാ ഹേന, പകുതി പകുതിയല്ലേ എന്ന് ബാബ പറയാ. ദിൻ ഓർ രാത്, അതായത് രാത്രിയും പകലും, അല്ലെ? സത്യത്രേതായുഗം എന്ന് പറയുന്നത് പകലാണ് സൃഷ്ടിയുടെ. ദ്വാപര കലിയുഗം സൃഷ്ടിയുടെ രാത്രിയാണ്. അതായത് പകുതി കൽപ്പം പവിത്രമായിട്ടായിരിക്കും, ബാക്കി പകുതി കൽപ്പം അപവിത്രമായിട്ടായിരിക്കും ഇരിക്കുക. ലാഖോം വർഷ കി ബാത്ത് ഹോ ഫിർ ആദാ തോ ഹോ നാ സകേ. ബാബ പറയുന്നത്, ഇപ്പൊ കൽപ്പത്തിന്റെ ആയുസ് ഇപ്പൊ ലക്ഷക്കണക്കിന് വർഷമാണ് പറയുന്നതെങ്കിൽ ബാബ പറയുന്നത് പോലെ പകുതി പകുതി ആയിരിക്കുക സാധ്യമല്ല. लाखों वर्ष हो तो फिर हिंदू जो वास्तव में देवता धर्म के हैं उनकी संख्या बहुत बड़ी होनी चाहिए. ബാബ പറയുന്നത് ഇനി ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന് കരുതൂ. അപ്പൊ ബാബ പറയുന്നത് ഈ ഹിന്ദു ഉണ്ടല്ലോ, അതായത് വാസ്തവത്തില് ദേവി ദേവതാ ധർമ്മത്തിലുള്ളവര്, അവരുടെ സംഖ്യ വളരെയധികം ഉണ്ടായിരിക്കുന്നു ബാബ പറയാം.
അൻഗിനത്ത് ഹോനെ ചാഹിയെ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര ജനസംഖ്യ ഉണ്ടായിരിക്കും ഈ ദേവതാ ധർമ്മത്തിലുള്ളവരുടേത് മാത്രം നോക്കുമ്പോൾ. അതായത് ഈ വർഷം, ഈ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം പറയുകയാണെങ്കിൽ അങ്ങനെയായിരിക്കുന്നു ബാബ പറയാം. അബീത്തോ ഗിൻതി കർത്തേ ഹേന, ഇപ്പൊ നിങ്ങൾക്ക് എണ്ണാൻ കഴിയുന്നുണ്ടല്ലോ. യഹ് ഡ്രാമാമേ നൂന്ത് ഹേ ഫിർ ബി ഹോഗ, ബാബ പറയുന്നത് ഇതും ഡ്രാമയിലുള്ളത് തന്നെയാണ്. അതായത് കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം പറയുക എന്നുള്ളതൊക്കെ ഡ്രാമയിലുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും. മൗത്ത് സാമനെ കടാഹേ, മരണം മുന്നിൽ തന്നെയുണ്ട്. യഹ് വഹി മഹാഭാരത് ലഡായി ഹേ, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. തോ ആപസ് മേ മിൽക്കർ സർവീസ് കാ പ്ലാൻ ബനാനാ ഹേ, ബാബ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇരുന്ന് സർവീസിനുള്ള, അതായത് സേവനത്തിനുള്ള പ്ലാനുകളെല്ലാം ഉണ്ടാക്കണം. സർവീസ് കർത്തേ ബി രഹത്തേ ഹേ, നിങ്ങൾ സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ബാബ പറയാ. നയേ നയേ ചിത്ര നിക്കൽത്തേ ഹേ പ്രദർശനി ബി കർത്തേ ഹേ, നിങ്ങൾ പുതിയ പുതിയ ചിത്രങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, പ്രദർശനിയും ചെയ്യുന്നുണ്ട്. അച്ഛാ ഫിർ ക്യാ കിയാ ജായേ, ഇനി എന്താ ചെയ്യാ എന്ന് ബാബ പറയാ. അച്ഛാ രുഹാനി മ്യൂസിയം ബനാവോ, ബാബ നമുക്കൊരു നിർദ്ദേശം തരാണ്. ആത്മീയ മ്യൂസിയം നിങ്ങൾ ഉണ്ടാക്കൂ. ഖുദ് ദേക്കർ ജായേങ്കെ തോ ഫിർ ഔരോങ്കോ ബേജേങ്കെ, ബാബ പറയാണ് സ്വയം അത് കണ്ടിട്ട് പോകുന്നവര് പോയിട്ട് എന്താ ചെയ്യാ, മറ്റുള്ളവരെയും ഇവിടേക്ക് അയക്കും. ഇങ്ങനെ ഒരു ആത്മീയ മ്യൂസിയം ഒക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാകുന്ന ബാബ പറയാ. ഗരീബ് അഥവാ സാഹൂക്കാർ ധാർമാവുത്തോ നിക്കൽത്തേ ഹേന, ബാബ പറയാണ് ഇതിനു വേണ്ടിയിട്ട് ധനവാന്മാരും അതുപോലെ ദരിദ്രരും അവരൊക്കെ ഇതില് ചെലവാക്കും അല്ല, ഇതുണ്ടാക്കാനുള്ള കാര്യത്തില്. സാഹൂക്കാർ ജാസ്തി നിക്കലെങ്കിൽ, ധനവാന്മാരാണെങ്കിലോ ധാരാളം തരും. ഇൻമേം ബി ഏസേ ഹേ, ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കോയി ഏക് ഹസാർ നിക്കലെങ്കിൽ കോയി കം, അപ്പൊ ചിലരാണെങ്കിലോ 1000 രൂപയൊക്കെ കൊടുക്കും, ചിലരാണെങ്കിൽ കുറച്ചേ കൊടുക്കൂ എന്ന് ബാബ പറയാ. കോയി തോ 2 രൂപയെ ബി ബേജ് ദേത്തേ ഹേ, ചിലരാണെങ്കിൽ 2 രൂപയും അയച്ചു തരുന്നുണ്ടെന്ന് ബാബ പറയാ. ബാബ അന്നത്തെ കാര്യമാണ് കേട്ടോ ഇത് പറയുന്നത്. ഖത്തേ ഹേ 1 രൂപയേക്ക് ഈട്ട് ലഗാ ദേന, 1 രൂപയ 21 ജന്മോം കെ ലിയെ ജമാ കർണ, അല്ലെ? അതില് അവര് 2 രൂപയൊക്കെ ബാബയ്ക്ക് അയച്ചു കൊടുത്തിട്ട് പറയും, ബാബ 1 രൂപ ഇഷ്ടിക, എന്റേതായിട്ടൊരു ഇഷ്ടിക വെക്കണം, അല്ലെ? കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോ ഒരു ഇഷ്ടിക എന്റേതായിട്ട് വെക്കണം. ബാക്കി 1 രൂപ 21 ജന്മത്തേക്കുള്ള ശേഖരണത്തിലേക്കും അങ്ങനെ കുട്ടികൾ പറഞ്ഞിട്ട് അയക്കുന്നുണ്ടെന്ന് ബാബ പറയാ. യഹ് ഹേ ഗുപ്ത്, ഇതെല്ലാം വളരെ ഗുപ്തമാണ്. ഗരീബ് കാ 1 രൂപയ സാഹൂക്കാർ കാ 1000 ബരാബർ ഹോ ജാതാ ഹേ, ബാബ പറയുന്നത് പാവപ്പെട്ടവരുടെ 1 രൂപ എന്ന് പറയുന്നതും ധനവാന്മാരുടെ 1000 രൂപ എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണെന്ന് ബാബ പറയാം. പാവപ്പെട്ടവർക്ക് അത്രയല്ലേ ഉണ്ടാകുള്ളൂ കൊടുക്കാൻ. അപ്പൊ അവര് ആ മനസ്സോട്, ആ മനസ്സിന്റെ ഒരു ഭാവമാണ് അല്ലെ ബാബയുടെ കാര്യത്തിന്, ബാബയുടെ കാര്യം നടക്കാൻ. അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിന്റെ ഭാവനയാണ് ബാബ കാണുന്നത്. അല്ലാതെ പൈസയുടെ മൂല്യം 1 രൂപയേ ഉള്ളൂ, 1000 രൂപ, അങ്ങനെ പൈസയുടെ മൂല്യമല്ല ബാബ കാണുന്നത്. ആ ഒരു ഭാവന, കുട്ടികളിലൊരു ഭാവനയുണ്ടല്ലോ, അതാ ബാബ കാണുന്നത്. അതാ ബാബ പറയുന്നത് പാവപ്പെട്ടവന്റെ 1 രൂപയായാലും ധനവാന്റെ 1000 രൂപയായാലും ഒരേപോലെ തന്നെയാണെന്ന് ബാബ പറയാം. ഗരീബ് കെ പാസ് ഹേ ഹി തോടാ തോ ക്യാ കർ സക്തേ ഹേ, പാവങ്ങളുടെ കയ്യിൽ കുറച്ചല്ലേ ഉണ്ടാകുള്ളൂ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന ബാബ പറയാം. ഹിസാബ് ഹേന, കണക്കുമുണ്ടായിരിക്കും. വ്യാപാരി ലോഗ് ധാർമ്മവ് നിക്കൽത്തേ ഹേ അബ് ക്യാ കർണ ചാഹിയേ, അതായത് ഈ വ്യാപാരി ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരും ഈ ധർമ്മത്തിന്റേതായ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം അവരും ചെയ്യും. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ബാപ്പുക്കോ മദദ് ദേനി ഹെ, ഇപ്പൊ ചെയ്യേണ്ടത് ബാബയെ സഹായിക്കുക എന്നുള്ളതാണ്. ബാപ്പ് ഫിർ റിട്ടേൺ മേം 21 ജന്മ കേലിയെ ദേത്തെ ഹെ, ബാബ പിന്നീട് ഇതിന്റെ റിട്ടേൺ ആയിട്ട് 21 ജന്മത്തേക്ക് തരുന്നു പറയാ ബാബ. ബാപ്പാക്കർ ഗരീബോം കോ മദദ് കർത്തേ ഹെ, ബാബ വന്നിട്ട് പാവങ്ങളെയൊക്കെ സഹായിക്കുമെന്ന് ബാബ പറയാ. അബ് തോ യഹ് ദുനിയാ ഹി നഹി രഹേഗി, ബാബ പറയുന്നത് ഇപ്പൊ ഈ പഴയ ലോകമേ ഉണ്ടാവുകയില്ല എന്ന് ബാബ പറയാം. സബ് മിട്ടി മേ മിൽ ജായേഗ, എല്ലാം മണ്ണിൽ പോകും.
യഹ് ബി ജാൻതേ ഹോ സ്ഥാപന സരൂർ ഹോനി ഹെ കൽപ്പ് പെഹലെ മുവാഫിക്. ബാബ പറയുന്നത് ഇപ്പോ ഇതുമറിയാം, സ്ഥാപന, പുതിയ ലോകത്തിന്റെ സ്ഥാപന തീർച്ചയായിട്ടും കൽപ്പം മുമ്പത്തേത് പോലെ നടക്കേണ്ടതുണ്ട്. കൽപ്പം മുമ്പ് എങ്ങനെയാണോ പുതിയ ലോകത്തിന്റെ സ്ഥാപന നടന്നത്, അതുപോലെ തന്നെ ഇപ്പോഴും പുതിയ ലോകത്തിന്റെ സ്ഥാപന തീർച്ചയായിട്ടും നടക്കേണ്ടതുണ്ടെന്ന് കുട്ടികൾക്കറിയാം. നിരാകാർ ബാപ്പ് കഹത്തെ ഹേ ബച്ചോ ദേഹ കെ സബ് ധർമ്മ ത്യാഗ് ഏക് ബാപ്പ് കോ യാദ് കരോ. ബാബ, നിരാകാരനായ ബാബ കുട്ടികളോട് പറയാണ്, കുട്ടികളെ, ദേഹത്തിന്റെ എല്ലാ ധർമ്മവും നിങ്ങൾ ത്യാഗം ചെയ്യൂ, എന്നിട്ട് ബാബയായ അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. യഹ് ബ്രഹ്മാബി രചന ഹേന, ഈ ബ്രഹ്മാവും രചനയല്ലേ എന്ന് ബാബ പറയാ. ബ്രഹ്മ കിസ്കാ ബച്ച, കിസ്നെ ക്രിയേറ്റ് കിയ. ബാബ ചോദിക്കാണ്, ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? ആരാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത്? ബ്രഹ്മ വിഷ്ണു ശങ്കർ കോ കൈസേ ക്രിയേറ്റ് കർത്തേ ഹേ യഹ് ബി കോയി നഹി ജാൻതേ. ബാബ പറയാണ്, ഈ ബ്രഹ്മാവ് വിഷ്ണു ശങ്കരൻ ഇവരെയെല്ലാം ആരാണ് സൃഷ്ടിച്ചത്, ഇതും ആർക്കും അറിയില്ല എന്ന് ബാബ പറയാം. ബാപ്പാക്കർ സത്യബാത് സമജാത്തേ ഹേ. ബാബ വന്നിട്ടാണ് ഈ സത്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബ്രഹ്മാബി സരൂർ മനുഷ്യ സൃഷ്ടിമേം ഹി ഹോഗ. ബാബ പറയാണ്, ബ്രഹ്മാവ് തീർച്ചയായിട്ടും ഈ മനുഷ്യ സൃഷ്ടിയിലുള്ളത് തന്നെയാണ്. ബ്രഹ്മാക്കി വംശാവലി ഗായി ഹുയി ഹേ. ബ്രഹ്മാവിന്റെ വംശാവലിയും പാടപ്പെട്ടിട്ടുള്ളതാണെന്ന് ബാബ പറയാം. ഭഗവാൻ മനുഷ്യ സൃഷ്ടിക്ക് രചന കൈസേ രചത്തെ ഹേ യഹ് കോയി നഹി ജാൻതേ. ഭഗവാൻ എങ്ങനെയാണ് ഈ മനുഷ്യ സൃഷ്ടിയുടെ രചന നടത്തുന്നത്, ഇതും ആർക്കും അറിയില്ല. ബ്രഹ്മാത്തോ യഹാം ഹോന ചാഹിയേന. ബ്രഹ്മാവ് എന്തായാലും ഇവിടെ വേണ്ടതാണല്ലോ. ബാപ്പ് കഹത്തെ ഹേ ജിസ്മേം ഹംനെ പ്രവേശ് കിയാ ഹേ യഹ് ബി ബഹുത് ജന്മോം കെ അന്ത് വാലാ ഹേ. ബാബ പറയാണ്, ആരിലാണോ ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് അവരുടെയും ഇത് വളരെ ജന്മത്തിനു ശേഷമുള്ള അന്തിമ ജന്മമാണ്, അല്ലെ? ബ്രഹ്മാവിലാണ് ബാബ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മബാബയുടെയും വളരെ ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മത്തിലാണ് ശിവബാബ പ്രവേശിക്കുന്നത്. അതാണ് ബാബ മനസ്സിലാക്കി തരാണ്. ഇസ്മേം പൂരെ 84 ജന്മ ലിയേ ഹെ. ഇസ്നെ പൂരെ 84 ജന്മ ലിയേ ഹെ. ബാബ പറയുന്നത് ഇദ്ദേഹവും പൂർണമായിട്ടും 84 ജന്മം എടുത്തിട്ടുണ്ട്. ആരാണ്? ബ്രഹ്മ ബാബ. ബ്രഹ്മ കോയി ക്രിയേറ്റർ നഹി ഹെ. ബ്രഹ്മാവ് ഒരിക്കലും ഒരു സൃഷ്ടാവൊന്നുമല്ല എന്ന് ബാബ പറയാം. ക്രിയേറ്റർ തോ ഏക് നിരാകാർ ഹി ഹേ. അല്ലെ, ബാബയാണ്, ഒരേ ഒരു നിരാകാരൻ തന്നെയാണ് ക്രിയേറ്റർ. ആത്മാവോം ബി നിരാകാർ ഹേ. ആത്മാക്കളും നിരാകാരരാണ്. മേനെ ഇസ്മേം പ്രവേശ് കർ നാം ബദലി കിയ. അപ്പൊ ശിവബാബ പറയാണ്, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി. അല്ലെ, ദാദാ ലേഖരാജ് എന്നായിരുന്നല്ലോ ബ്രഹ്മബാബയുടെ പേര്. ആ ദാദാ ലേഖരാജിൽ എപ്പോഴാണ് ശിവബാബ പ്രവേശിച്ചത്, അതിനുശേഷം ശിവബാബയാണ് ബ്രഹ്മ എന്ന നാമം കൊടുത്തിട്ടുള്ളത്. തും ബ്രാഹ്മണോം കെ ബി നാം ബദലി കിയേ. ബാബ പറയാണ്, നിങ്ങൾ ബ്രാഹ്മണരുടെ പേരും മാറ്റിയിരുന്നു. തും ഹോ രാജ ഋഷി. ബാബ പറയാണ്, നിങ്ങൾ രാജ ഋഷികളാണ്. ശുരൂമേം സന്യാസ് കർ സാത്തുമേം രഹനെ ലഗേ തോ നാം ബദലി കർ ദിയ. ബാബ പറയുന്നത് ആദ്യം അല്ല, ഈ യജ്ഞത്തിന്റെ തുടക്കത്തിലൊക്കെ കുറെ പേര് വന്ന് അതായത് സന്യാസമൊക്കെ ചെയ്ത് ബാബയുടെ കൂടെ താമസിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ബാബ അവരുടെ പേരൊക്കെ മാറ്റിയിരുന്നു. ഫിർ ദേഖ മായാ ഖാ ജാതി ഹേ തോ മാല ബനാന നാം രക്കന ചോട് ദിയ. ബാബ പറയുന്നത് പിന്നീട് ബാബ എന്താണ് കണ്ടത്? മായ വിഴുങ്ങാണ് അവരെയൊക്കെ. കുറെ പേരെയൊക്കെ മായയ്ക്ക് വശപ്പെട്ട് ഇതിൽ നിന്നൊക്കെ വിട്ടുപോകാണ്. അപ്പോ അതിനുശേഷം ബാബ മാലയുണ്ടാക്കുന്നതും നാമം ഇടുന്നത് പേരിടുന്നതെല്ലാം നിർത്തിയെന്ന് ബാബ പറയാം. ആജിക്കൽ ദുനിയാമേം ഹർ ബാത്ത് മേം ടഗി ബഹുത്ത് ഹേ. ബാബ പറയുന്നത് ഇന്നത്തെ കാലത്താണെങ്കിലോ ലോകത്തില് എല്ലാ കാര്യത്തിലും മായം തന്നെയാണെന്ന് പറയാം. ദൂതുമേം ബി ടഗി. പാലില് പോലും മായമാണ്. സച്ചി ചീസ് തോ മിൽത്തി നഹി. ബാബ പറയുന്നത്
സത്യമായിട്ടുള്ളൊരു വസ്തു കിട്ടുന്നേ ഇല്ല എന്ന് ബാബ പറയാം. ബാബ കേലിയെ ബി ടഗി, ബാബയുടെ കാര്യത്തിലും മായാണ്. സ്വയം കോഹി ഭഗവാൻ കഹലാന ലഗ്താഹേ, അതായത് സ്വയത്തെ ഭഗവാനാണെന്ന് പോലും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം മായമാണെന്ന് ബാബ പറയാം. അബി തും ബച്ചേ ജാൻതേ ഹോ ആത്മാ ക്യാ ഹേ പരമാത്മാ ക്യാ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഇതറിയാം, ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്. തുമാരേ മേം ബി നമ്പർവാർ പുരുഷാർത്ഥ അനുസാർ ഹേ. നിങ്ങളിലും ബാബ പറയുന്നത് നമ്പർവാർ പുരുഷാർത്ഥം അനുസരിച്ചിട്ടാണ്. ബാപ്പ് ജാൻതേ ഹേ കോൻ കൈസേ പഠത്തെ ഓർ ഫിർ പഠാത്തേ ഹേ ക്യാ പദ് പായേങ്കെ. അതായത് ബാബയ്ക്കറിയാം ആര് എങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്, പിന്നീട് എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ എന്ത് പദവി നേടും, ഇതെല്ലാം ബാബയ്ക്കറിയാം. നിശ്ചയ് ഹേ ഹം ബാപ്പ് ദ്വാര വേൾഡ് കാ ക്രൗൺ പ്രിൻസ് ബൻ രഹേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾക്ക് നിശ്ചയമുണ്ട്, ഞങ്ങൾ ബാബയിലൂടെ ഈ ലോകത്തിന്റെ തന്നെ രാജകുമാരൻ, അല്ലെ കിരീടധാരി രാജകുമാരനായിട്ട് മാറും. അത് നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. തോ ഏസാ പുരുഷാർത്ഥ് കർ ദിക്കാനാഹേ. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങൾ അങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്തു കാണിക്കണം, അല്ലെ. അതായത് വിശ്വത്തിന്റെ കിരീടധാരി അവകാശി, അല്ലെ കിരീടധാരി രാജകുമാരന് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുരുഷാർത്ഥം നിങ്ങൾ ചെയ്തു കാണിക്കണം. ഹം ക്രൗൺ പ്രിൻസ് ബനെ, ഞങ്ങൾ കിരീടധാരി രാജകുമാരനായിട്ട് മാറും. ഫിർ 84 കാ ചക്ര ലഗായ അബ് ഫിർ ബൻതേ ഹേ. ബാബ പറയുന്നത് പിന്നീട് നിങ്ങൾ 84 ജന്മത്തിന്റെ ചക്രം കറങ്ങി ഇപ്പൊ നിങ്ങൾ വീണ്ടും അതായിട്ട് മാറാണ്, അല്ലെ. വീണ്ടും നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഹ് ഹേ നർഗ് ഇൻമേം കുച്ച് ബി നഹി രഹാ ഹേ. ബാബ പറയുന്നത് ഇത് നരകം തന്നെയാണ്, ഇതിൽ യാതൊന്നുമില്ല എന്ന് ബാബ പറയാ. ഫിർ ബാപ്പ് ആക്കർ ഭണ്ഡാര ഭർപൂർ കർ കാൽ കണ്ടക് ദൂർ കർ ദേത്തേ ഹേ. ബാബയാണ് പിന്നെ വന്നിട്ട് നമ്മളുടെ ഭണ്ഡാര നിറച്ച് നമ്മുടെ കാലക്കേടെല്ലാം ദൂരെയാക്കുന്നത്. തും സബ്സെ പൂച്ചോ യഹാം ഭണ്ഡാര ഭർപൂർ കർണേ ആയേ ഹോന. നിങ്ങൾ എല്ലാവരോടും ചോദിക്കോ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഭണ്ഡാര നിറയ്ക്കാനല്ലേ എന്ന് നിങ്ങൾ എല്ലാവരോടും ചോദിക്കോ. ബാബ പറയാണ്, അമരപുരിമേം കാല് ആ നാ സകെ. അമരപുരിയിലെ കാലനൊരിക്കലും വരാൻ കഴിയില്ല. ബാപ്പ് ആത്തേ ഹി ഹേ ഭണ്ഡാര ഭർപൂർ കർ കാൽ കട്ടക് ദൂർ കർണേ. ബാബ പറയാണ്, ബാബ വന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? നിങ്ങളുടെ ഭണ്ഡാര നിറച്ച് നിങ്ങളുടെ കാലക്കേടൊക്കെ ദൂരെയാക്കി മാറ്റാനാണ്. വഹ് ഹേ അമർലോക് യഹ് ഹേ മൃത്യുലോക്. അത് അമരലോകമാണ്, ഇത് മൃത്യുലോകമാണ്. ऐसी मीठी मीठी बातें सुन्नी और सुनानी है फालतू नहीं. ബാബ പറയുന്നത് ഇതുപോലെയുള്ള മധുരമായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും വേണം, കേൾപ്പിക്കും വേണം, അല്ലാതെ വ്യർത്ഥമായ കാര്യങ്ങളല്ല എന്ന് ബാബ പറയാം. അച്ഛാ മീട്ടെ മീട്ടെ സിക്കിലതേ ബച്ചോം പ്രതി മാത് പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഈ ബാബ ധാരണയ്ക്കുള്ള മുഖ്യ പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, बाप विश्व का मालिक बनने की पढ़ाई पढ़ाने आए हैं, इसलिए कभी ऐसा नहीं कहना कि हमें फुर्सत नहीं. ഇപ്പൊ ബാബ പറയാണ്, ബാബ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നതിനു വേണ്ടി പഠിപ്പിക്കാനും അതുപോലെ അങ്ങനെയുള്ള പഠിപ്പ് പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്, അതായത് ഞങ്ങൾക്ക് സമയമില്ല. കാരണം ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റാനുള്ള പഠിപ്പ് പഠിപ്പിക്കാനാണ് ബാബ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾക്ക് സമയമില്ല എന്ന്. ശ്രീമത് പർ തൻ മൻ ധൻ സേ ഭാരത് കോ സ്വർഗ് ബനാനേക്ക് സേവ കർണി ഹേ. ബാബ പറയുന്നത് ശ്രീമതമനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം, മനസ്സ്, ധനം ഇതിലൂടെ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്ന സേവനം ചെയ്യണം.
सेकंड पॉइंट, आपस में बहुत मीठी मीठी ज्ञान की बातें सुन्नी और सुनानी है. ബാബ പറയുന്നത് നിങ്ങൾ പരസ്പരം വളരെ മധുരമായ ജ്ഞാനത്തിന്റെ കാര്യങ്ങള് കേൾക്കും വേണം, കേൾപ്പിക്കും വേണം. ബാപ്പ് കാ യഹ് ഡയറക്ഷൻ സദാ യാദ് രഹേ, ഹിയർ നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ. ബാബ പറയുന്നത് ബാബയുടെ ഈ ഒരു ഡയറക്ഷൻ സദാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഏത് ഡയറക്ഷനാണ്? അതായത് മോശമായത് കേൾക്കരുത്, മോശമായത് പറയരുത്. ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് സദാ ഓർമ്മയുണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ഈ ബാബ വരദാനം തരാണ്. ഹദ് കി സർവ് കാമനാവോം പർ ജീത്ത് പ്രാപ്ത് കർണേ വാലെ കാം ജീത് ജഗത് ജീത് ഭവ. അതായത് പരിധിയുള്ള എല്ലാ കാമനകളുടെ മേലും വിജയം പ്രാപ്തമാക്കുന്ന കാമജീത് ജഗജ്ജീത് ആയിട്ട് ഭവിക്കട്ടെ. അതായത് ബാബ എക്സ്പ്ലനേഷൻ തരാണ്. കാം വികാർ കാ അംശ സർവ് ഹദ് കി കാമനായേം ഹേ. അതായത് ബാബ പറയാണ്, ഈ പരിധിയുള്ള എല്ലാ ഇച്ഛകളും ഈ കാമവികാരത്തിന്റെ അംശമാണെന്ന് ബാബ പറയാ. कामना एक है वस्तुओं की, दूसरी है व्यक्ति द्वारा हद के प्राप्ति की, तीसरी है संबंध निभाने में, चौथी है सेवा भावना में हद की कामना का भाव. ബാബ കാമനകൾ ഏതൊക്കെയാന്ന് പറയാണ്. അതായത് ഒന്ന് വസ്തുക്കളെ ആഗ്രഹിക്കുക. രണ്ടാമത് ബാബ എന്താ പറയുന്നത്? വ്യക്തികളിലൂടെയുള്ള പരിധിയുള്ള പ്രാപ്തി. മൂന്നാമത് ബാബ പറയുന്നത് സംബന്ധ സമ്പർക്കം, അതായത് സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോ അതിനെ ചെയ്യുന്നതല്ലോ, അതായത് സംബന്ധം നിറവേറ്റ എന്നൊക്കെ പറയുമല്ലോ, അതിലാണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്. നാലാമത്തെ കാര്യം ബാബ പറയുന്നത് അതായത് സേവനത്തിന്റെ ഭാവത്തോടൊപ്പം പരിധിയുള്ള ഭാവത്തിന്റെ ഒരു ആഗ്രഹം. അതായത് സേവനം ചെയ്യുന്നത് എന്താണ്? പരിധിയില്ലാത്ത സേവനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിലും പരിധിയുള്ള ഓരോ ആഗ്രഹങ്ങൾ വരും. അതും ഒരു കാമനയാണ്. കിസി ഭി വ്യക്തി വാ വസ്തു കെ പ്രതി വിശേഷ ആകർഷൺ ഹോന ഇച്ഛ നഹി ഹെ ലേക്കിൻ യഹ് അച്ഛാ ലഗ്താ ഹെ, യഹ് ഭി കാം വികാർ കാ അംശ ഹെ. ബാബ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേരെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ നേരെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആകർഷണം ഉണ്ടാവുക. അതായത് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ബാബ പറയുന്നത് ഇവരും നല്ലതാണ്, ഇതും നല്ലതാണ്, അല്ലെ? അങ്ങനെ ഒരു വരില്ല. അതായത് ഇന്ന വ്യക്തി അവര് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പ്രതി പറയും ഈ വസ്തു നല്ലതാണ്. അങ്ങനെയുള്ള നല്ലതാണെന്ന് പറയുന്ന ആ ഒരു ചെറിയ ആഗ്രഹം പോലും ബാബ പറയുന്നത് കാമവികാരത്തിന്റെ അംശമാണ്. അല്ലെ, വേറെ അവരോടൊരു പ്രത്യേക ഒരു മമത്വം അങ്ങനെയൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് പറയുമല്ലോ ഇന്നയാള് നല്ലതാണ്, ഇവരിൽ ഇത്ര നല്ല ഗുണമുണ്ട്, ഇവരിത്ര ഇന്ന ഗുണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന വസ്തു നല്ലതാണ്, അങ്ങനെയൊക്കെ പറയുന്നത് പോലും ബാബ പറയുന്നത് അതും കാമവികാരത്തിന്റെ അംശമാണ്. ജബ് യഹ് സൂക്ഷ്മ അംശ ബി സമാപ്ത് ഹോ തബ് കഹേങ്കെ കാമജീത് ജഗജ്ജീത്. ബാബ പറയുന്നത് എപ്പോഴാണോ ഈ സൂക്ഷ്മമായ അംശവും സമാപ്തമാകുന്നത് അപ്പോൾ പറയാം കാമജീത് ജഗജ്ജീത്, അപ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ സൂക്ഷ്മത്തിലുള്ള കുറെ കാമനകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാം ബാബ ഇതില് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. സ്ലോഗൻ ദിൽ की महसूसता से दिलाराम बाप की आशीर्वाद लेने के अधिकारी बनो. അതായത് ബാബ പറയുന്നത് ഹൃദയത്തിന്റെ അനുഭൂതിയിലൂടെ ദിലാരാമനായ ബാബയുടെ ആശീർവാദം എടുക്കുന്നവരായ അധികാരികളായിട്ട് മാറൂ. ഹൃദയത്തിന്റെ അനുഭൂതിയിലൂടെ വേണം നമ്മൾക്ക് ദിലാരാമനായ ബാബയുടെ ആശീർവാദം എടുക്കാൻ. അങ്ങനെയുള്ള അധികാരിയായിട്ട് മാറൂ എന്ന് ബാബ പറയാം. ഇനി അവ്യക്ത ഇഷാരെ സങ്കൽപ്പോം കി ശക്തി ജമാക്കർ ശ്രേഷ്ഠ സേവാക്കെ നിമിത്ത് ബനോ. അതായത് ബാബ പറയാണ് സങ്കല്പങ്ങളുടെ ശക്തിയെ നിങ്ങൾ ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമായിട്ട് മാറൂ. മൻ ജോ സ്വയം ഏക് സൂക്ഷ്മ ശക്തി ഹേ. ബാബ പറയുന്നത് മനസ്സ് എന്ന് പറയുന്നത് സ്വയം ഒരു സൂക്ഷ്മ ശക്തിയാണെന്ന് ബാബ പറയാ. വഹ കൺട്രോൾ മേ ഹോ
अर्थात ऑर्डर प्रमाण कार्य करे तो पास विത്ത് ഓണർ അഥവാ രാജ്യ അധികാരി ബൻ ജായേങ്കെ. ബാബ പറയണത് മനസ്സ് സൂക്ഷ്മ ശക്തിയാണ്. ആ മനസ്സ് കൺട്രോളിലാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഓർഡർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബാബ എന്താ പറയുന്നത്? നിങ്ങൾക്ക് പാസ് വിത്ത് ഓണർ അഥവാ രാജ്യ അധികാരിയായിട്ട് മാറാൻ സാധിക്കും. സങ്കല്പ ശക്തി കോ ജമാ കർനെ കെ ലിയെ जो सोचो वही करो. स्टॉप कहो तो संकल्प स्टॉप हो जाए. सेवा का सोचो तो सेवा में लग जाए. ബാബ പറയാണ്, സങ്കല്പ ശക്തിയെ നിങ്ങൾക്ക് സംഭരിക്കാൻ വേണ്ടിയിട്ട് ബാബ പറയുന്നത് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ചെയ്യൂ. അതുപോലെ നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞ അപ്പൊ തന്നെ ആ സങ്കല്പത്തിന് സ്റ്റോപ്പ് ഇടണം. നിങ്ങളെ സേവനം ചെയ്യാനാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളെ സേവനത്തിൽ മാത്രം നിങ്ങൾ മുഴുകൂ. പരന്താം കാ സോച്ചോ തോ പരന്താമേ പഹുഞ്ചാവോ. നിങ്ങൾ പരന്താമത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പരന്താമത്തിലേക്ക് പോകൂ. അല്ലെ? അല്ലാതെ ബാബ പറയില്ല ഇപ്പൊ സേവനം ചെയ്യാൻ ചിന്തിക്കും, അത് കഴിഞ്ഞ് ആ സമയത്ത് പരന്താമത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ പരന്താമത്തിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന ആ സമയം കൊണ്ട് സേവനത്തിന്റെ കാര്യം ചിന്തിക്കുക. അങ്ങനെയല്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ചെയ്യൂ. സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ സങ്കല്പത്തിന് സ്റ്റോപ്പ് ഇടണം. സേവനം ചെയ്യാനാണ് ചിന്തിക്കുന്നതെങ്കിൽ സേവനത്തിൽ മുഴുകണം. പരന്താമത്തിൽ പോകാനാണ് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ പരന്താമത്തിൽ പോകണം. AC കൺട്രോളിംഗ് പവർ ബഡാവോ. അങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ, അല്ലെ, ആ നിയന്ത്രണ ശക്തി നിങ്ങൾ വർദ്ധിപ്പിക്കൂ. അത്രയ്ക്കും നിയന്ത്രണം ഉണ്ടായിരിക്കണം നമ്മളെ മനസ്സിന്. അതാണ് ബാബ പറയുന്നത്, എങ്ങനെയുള്ള നിയന്ത്രണ ശക്തി നിങ്ങൾ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി.